Hi dears, welcome back to my YouTube channel. ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോണത് ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് മഷ്റൂം ഇതുപോലെ ഞാനൊരു ടർമറിക് വാട്ടറിൽ ഒരു 10 to 15 മിനിറ്റ്സോളം ഒന്ന് സോക്ക് ചെയ്യാനാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാം. ക്ലീനാക്കി എടുക്കാനായിട്ട് ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലെയാണ് കേട്ടോ ക്ലീനാക്കി എടുക്കുന്നത്. ഫസ്റ്റ് നമ്മളതിൻ്റെ ആ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് പീൽ ചെയ്ത് പോയാൽ മതി. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല ഭയങ്കര തിന്നായിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. അപ്പോൾ പീൽ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പീൽ ചെയ്യുന്ന ടൈമിന് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി നൈഫ് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള മഷ്റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ വലിയ മഷ്റൂംസ് ആണെങ്കിൽ ഇതുപോലെ വലിയ പീസസ് ആക്കി കട്ട് ചെയ്യും. ചെറിയ മഷ്റൂം ആണെങ്കിൽ ഞാൻ ജസ്റ്റ് 2 പീസ് ആക്കത്തേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്ത് കഴിയുന്ന ടൈമിൽ ഇത് പെട്ടെന്ന് ചുരുങ്ങി ഭയങ്കര ചെറിയ പീസായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ചെയ്യുന്നത്. കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത് എത്രത്തോളം ചെറുതാകും എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. നെക്സ്റ്റ് ആയിട്ട് ഒരു 2 മീഡിയം സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴുത്ത തക്കാളിയും ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിന് ഞാൻ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിന് പെട്ടെന്ന് തന്നെ ജിഞ്ചർ ഗാർലിക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മഷ്റൂം മസാലയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മുകളിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ലാത്തവർ അത് അത്രയും എടുക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എന്തോ എടുക്കാനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കടുകാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറിയ രീതിക്കൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും ഒന്നിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതാണ് ആ ടൈമിലാണ് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ ടൊമാറ്റോയും സവോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. പെട്ടെന്ന് കുക്കായി വരണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അടച്ച് വെച്ച് എന്താണെങ്കിലും ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടേമറിക് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു 1 ടീസ്പൂൺ ടേമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഒരുപാട് ടേമറിക് പൗഡർ ആഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട, കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കളർ മതി. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഞാൻ ഗരം മസാല വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. കടയിൽ നിന്ന് അങ്ങനെ മേടിക്കൽ കുറവാണ് കേട്ടോ. ഇവിടെ തന്നെ വീട്ടിൽ ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൊമാറ്റോയും സവോളയൊക്കെ നല്ല സോഫ്റ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറുമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 2:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മളൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ആ റോ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി അതിന് ശേഷം റോ സ്മെല്ല് മാറി ഇതിന് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന ടൈമിന് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ. ചൂടാക്കി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതല്ലാതെ ഞാൻ എന്തിനാണെങ്കിലും പച്ചവെള്ളം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാത്തിനും വെള്ളം ചൂടാക്കി തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നാക്കി ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ആഡ് ചെയ്യണമെന്നില്ല, അത്യാവശ്യം കുറച്ച് മതി. ആ മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്കാക്കി എടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ഈ മഷ്റൂമിന് കുറച്ച് ഒരു 5 to 10 മിനിറ്റ്സ് അത്രയും മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം, അത്ര പാടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വെള്ളവും വറ്റിപ്പൊയ്ക്കോളും. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഈ മഷ്റൂം നല്ല സ്മോൾ സൈസ് ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ടൈമിന് ഒരു മീഡിയം സൈസിലായിരുന്നു കേട്ടോ കട്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ സ്മോൾ സൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയാണോ മഷ്റൂം മസാല ഉണ്ടാക്കുന്നത്? ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിനാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അപ്പത്തിന് ആണെങ്കിലും അടിപൊളിയാണ്. ഇതിൻ്റെ ബാലൻസ് നമ്മൾ നൈറ്റ് അപ്പത്തിന് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഇതുപോലെ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ വേറെ രീതിയിലാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ.
സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.